അപ്പോൾ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് താണ്ട് നിങ്ങൾ കണ്ടോ റംലാൻ കരീം എന്നൊക്കെ എഴുതിയിരിക്കുന്നത്. അത് ഞാൻ ഇത് റംലാൻ്റെ ടൈമിൽ ഷോപ്പ് ചെയ്തതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അതായത് അടുത്ത ഈദ് വരാറായി, അപ്പോഴാണ് ഇത് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. സോറി, ക്ഷമിക്കണം. ഇത് നമ്മുടെ UAE ഇതുപോലത്തെ കുറേ ഗിഫ്റ്റ് മാർക്കറ്റ്സ് നിങ്ങൾക്ക് കാണാൻ കേട്ടോ. അതായത് ഡേ ടു ഡേ വീഡിയോ ഇട്ടില്ലേ, അത് കണക്കൊക്കെ ചെറിയ ചെറിയ നൈറ്റ് ടു നൈറ്റ് അങ്ങനെ ഗിഫ്റ്റ് സെൻറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാടുണ്ട്. ഇത് ഷാർജയിൽ സിറ്റി സെൻറ്ററിൻ്റെ അടുത്തുള്ള ഒരു ഗിഫ്റ്റ് മാർക്കറ്റാണ് കേട്ടോ. നമുക്ക് ഈ അലുകുലത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ, അതായത് ഇങ്ങനത്തെ സ്പൂണ് അല്ലെങ്കിൽ സെറാമിക്കിൻ്റെ പാത്രങ്ങൾ, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചീപ്പായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഇവിടെ നിന്ന് വാങ്ങും. എന്നാൽ ചീപ്പ് ഐറ്റംസ് ആണെങ്കിൽ പ്രൈസാണ് കേട്ടോ ചീപ്പ് എന്ന് പറയുന്നത്. ക്വാളിറ്റിയിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ എന്നാലും നമ്മൾ അതിനനുസരിച്ചിട്ട് നോക്കി വാങ്ങണം. നല്ലതും നമുക്ക് കിട്ടും, എന്നാൽ ക്വാളിറ്റി കുറഞ്ഞതും കിട്ടും. ഇതൊക്കെ കണ്ടില്ലേ, ഈ പ്ലേറ്റ് ഇതിനൊക്കെ താണ്ട 6 dirhams ആണ്, അതായത് 5.99 ഫിൽസ്. അത്യാവശ്യം നല്ല സെർവിങ്ങിനും നല്ല ഡെക്കറേഷനൊക്കെ പറ്റിയിട്ടുള്ളൊരു പ്ലേറ്റ്സ് അല്ലേ. ആദ്യമേ 2 മനസ്സായിരുന്നു വാങ്ങണോ വേണ്ടായോ എന്ന്. പിന്നെ വിചാരിച്ചു വേണ്ടാന്ന് വിചാരിച്ചു. പിന്നെ ഈ ബോളുണ്ട്, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കൊന്ന് ഇപ്പം ഈ അടുത്ത കാലത്തായിട്ട് ഇച്ചിരി ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന പ്ലേറ്റ്സാണ് അങ്ങനത്തെ ബൗൾസൊക്കെ. പിന്നെ ഇത് കണ്ടോ, നമ്മൾ ഓരോ വീഡിയോയിലൊക്കെ കാണുന്ന കണക്ക് നല്ല സെർവ് ചെയ്യാൻ പറ്റിയ അടിപൊളി പാത്രങ്ങളുണ്ട്. ഇതൊക്കെ സെറാമിക്കിൻ്റെ ആണ് കേട്ടോ. സെറാമിക്കിൻ്റെ ഉണ്ട്, അതേപോലെ സെറാമിക് എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ട് കേട്ടോ. ഇപ്പം ഈ കാണുന്നതൊക്കെ സെറാമിക്കാണ്. താഴോട്ട് ചിലത് ഈ ഗോൾഡ് കളർന്നില്ലേ, അത് സെറാമിക്കിൻ്റെ ഉണ്ട്. എന്നാൽ അതുപോലെ തോന്നിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റംസും ആണ് കേട്ടോ. അതായത് അഫോർഡബിൾ ആയിട്ട് അതിനനുസരിച്ച് സെറാമിക്കിൻ്റെ ആകുമ്പം കുറച്ചും കൂടി ക്യാഷ് ഉണ്ടാവും. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ആണെന്നുണ്ടെങ്കിൽ റേറ്റ് കുറഞ്ഞിട്ടും കിട്ടും. അതാണ്ട് ഈ ഇരിക്കുന്നതൊക്കെ സെറാമിക്കിൻ്റെ ആണ്. എന്നാൽ നല്ല ഗുഡ് ക്വാളിറ്റിയുമാണ്. അത് നല്ല പോലെ നമുക്ക് നല്ല പ്രൈസിലും കിട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ടൈമിൽ, അതായത് ഏകദേശം ഈ ലാസ്റ്റ് റംലാൻ ടൈമിൽ എനിക്ക് 2 മനസ്സായിരുന്നു. കുറച്ച് ഐറ്റംസൊക്കെ എനിക്ക് എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ പിന്നെ വിചാരിച്ചു ഇപ്പം വേണ്ട, എന്തിനാ വെറുതെ ഇതൊക്കെ വാങ്ങിച്ച് കൂട്ടുന്നത്, കാണുമ്പോൾ ഒരു രസത്തിന് വാങ്ങാനൊക്കെ തോന്നും. പിന്നെ ആലോചിക്കും ഇതിൻ്റെ യൂസ് ഒന്നും ഇല്ലയെന്ന്. അതുകൊണ്ട് അങ്ങോട്ട് വെച്ചിട്ടിങ്ങ് പോകും. പിന്നെ ഇതൊക്കെ കണ്ട് രസിക്കാൻ നല്ല രസമല്ലേ. എന്നെ പോലെ ഇതുപോലെ വാങ്ങത്തില്ല, എന്നാൽ ഇതുപോലെ കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള എത്ര പേരുണ്ട്. പല ടൈപ്പിലെ ബൗൾസ് ഉണ്ട് കേട്ടോ. നമ്മൾ ഈ സെർവ് ചെയ്യാൻ പറഞ്ഞാൽ തന്നെ നമ്മൾ തന്നെ അതിശയിക്കും, ഇത്രയും വെറൈറ്റീസ് ആയിട്ടുള്ള സെർവിങ് ബോൾസൊക്കെ ഉണ്ടാകുന്നത്. ഈ കാണുന്ന ബോളൊക്കെ കണ്ടില്ലേ, ഇത് പ്ലാസ്റ്റിക് ആണ് കേട്ടോ. കാരണം ഒട്ടും വെയിറ്റ് ഉണ്ടായിരുന്നില്ല അതിന്. അതുപോലെ തന്നെ അതിൻ്റെ അടുത്തിരിക്കുന്ന ഐറ്റവും അതിനെ പിടിച്ചപ്പം തന്നെ ഇതേ പറന്നു പോകുന്നു. കാരണം അത് പ്ലാസ്റ്റിക് ആയതുകൊണ്ടാണ്. ഈ ഇരിക്കുന്ന എല്ലാം പ്ലാസ്റ്റിക്കാണ്, പക്ഷേ ഗ്ലാസ് പോലെ തോന്നുമെങ്കിലും പ്ലാസ്റ്റിക്കാണ് കേട്ടോ. അതുപോലെ തന്നെ താണ്ട ഈ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ബൗൾസ് കണ്ടോ, അതും ഭയങ്കര ഭംഗിയൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് ഇപ്പുറത്തെ സൈഡിലായിട്ട് തടിയുടെ ഐറ്റംസ് ഉണ്ട്. അതായത് തടി എന്ന് പറയുമ്പോൾ പ്ലേവുഡിൽ ഉണ്ടാക്കിയേക്കുന്ന ഐറ്റംസൊക്കെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. നമ്മൾ ഇങ്ങനെ ആലോചിച്ച് നിന്ന് പോകും, ഇത്രമാത്രം വെറൈറ്റീസുള്ള ഡിസൈൻസുകളും അഫോർഡബിളും അതുപോലെ തന്നെ കുറച്ച് ക്വാളിറ്റി കൂടുമ്പോൾ അതിനനുസരിച്ച് റേറ്റിലുള്ളതും എല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതിന് 13.99 ഫിൽസ് ആണ്, അതായത് 14 dirhams. ഈ ഒരു സെറ്റിന് അത്രയേ ഉള്ളൂ. പിന്നെ ഇത് കണ്ടോ, ഞാൻ വെയിറ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞ് പൊക്കിയപ്പോഴത്തേക്കും കയ്യിൽ പെട്ടെന്ന് ഇങ്ങനെ വന്ന് കാണാം. അത് പ്ലാസ്റ്റിക്കാണ് കേട്ടോ. കണ്ടാൽ നല്ല ഭംഗിയുണ്ട്, പക്ഷെ എടുക്കുമ്പോൾ അത് പ്ലാസ്റ്റിക്കാണ്. അതിനനുസരിച്ചുള്ള റേറ്റും മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് കണ്ടോ, നമ്മുടെ കിച്ചണിൽ ഇപ്പോൾ എല്ലാ അടുക്കളയിലുള്ള ഐറ്റമാണ്. ഓയിൽ സ്പ്രേ ഒക്കെ, അതിൻ്റെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് വെറൈറ്റീസ് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ താണ്ടി ഇത് നമ്മുടെ ഡെക്കറേറ്റ് ചെയ്യുന്ന ഷോക്കേസിൽ വെക്കുന്ന ഐറ്റംസാണ്. ഭയങ്കര വെറൈറ്റി ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ വിചാരിച്ചു ഇവിടെ നമ്മൾ UAE താമസിക്കുമ്പോൾ അധികം ഷോക്കേസിലൊന്നും നമ്മൾ ആരെയും കാണാനും ഇല്ല, വരാനും ഇല്ല, പിന്നെ എന്തിനാ മേടിച്ച് വെക്കുന്നതെന്ന്. എന്നാലും മനസ്സിങ്ങനെ പറയും മേടിക്കാം. പിന്നെ നമ്മൾ അതിൻ്റെ ആവശ്യമില്ലാന്ന് വെക്കുമ്പോൾ നമ്മളത് മേടിക്കത്തില്ല. പിന്നെ കണ്ടുകൊണ്ട് ഇങ്ങനെ രസിച്ച് പോവുകയാണ്. അടിപൊളി സാധനങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെ ബക്കൂർ പുകയ്ക്കുന്നതിൻ്റെ ടൈപ്പാണ്. അതൊക്കെ ഇതിൽ ആരെങ്കിലും ബക്കൂർ പുകയ്ക്കുമെന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഇവിടെ കപ്സിൻ്റെ, അതായത് മഗ്ഗിൻ്റെ കളക്ഷൻ ഉണ്ട്. മഗ്ഗിൻ്റെ കളക്ഷൻ എനിക്ക് അത്ര വലുതായിട്ട് തോന്നിയില്ല ഈ ഷോപ്പിൽ. ചിലപ്പം ഡേ ടു ഡേയിലൊക്കെ ഇതിനും കുറച്ചും കൂടി നല്ല, അത് ഓരോ സ്ഥലത്തെ ഡേ ടു ഡേ അനുസരിച്ചിട്ട് ഇരിക്കും കേട്ടോ. ഓരോ ടൈപ്പുള്ള വെറൈറ്റീസ് വരും. പിന്നെ ഇത് ലേഡീസിൻ്റെ ഐറ്റംസാണ്. ഒത്തിരി മാല, വള, നമ്മുടെ നാട്ടിലെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അതായത് ഗോൾഡ് കവറിങ് ആയിട്ടുള്ള ഒത്തിരി ഐറ്റംസ് ഉണ്ട്. ഇത് കൊച്ചു ബേബീസിനൊക്കെ ഉള്ള അവരുടെ ടൈപ്പിലുള്ള കുറേ മുത്തുമാലകളും അങ്ങനെ ഇങ്ങനെയൊക്കെ. ഇതൊക്കെ കാണുമ്പോൾ വിചാരിച്ച ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നെന്ന്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങളുടെ വീട്ടിൽ മൊത്തം ആണുങ്ങളാണ്. പിന്നെ നമ്മുടെ കസിൻസിൻ്റെ പെൺമക്കൾക്കൊക്കെ ഇത് വാങ്ങും, അത്രയേ ഉള്ളൂ.
ഒരു കണ്ടു പോകാനൊരു രസം, അങ്ങനെ ഇതെടുക്കാം. പിന്നെ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു, ഇതൊക്കെ കാണാത്തവരുണ്ടെങ്കിലോ. പിന്നെ അവിടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഇവിടെ എപ്പോൾ പോയാലും ഭയങ്കര തിരക്കായിരിക്കും. ഞാൻ ഏകദേശം ഒരു ഉച്ചയോട് അടുപ്പിച്ചാണ് പോയത്, എന്നിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു. അതുപോലെ മെയിനായിട്ട് ഈദിൻ്റെ ടൈമും കൂടി ആയതുകൊണ്ടാണ് കേട്ടോ. ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറ്. ഇനി നമ്മൾ പോകുന്നത് ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് കേട്ടോ. അവിടെ 1 to 20 AD എന്ന് എഴുതിയിട്ടില്ലേ, പക്ഷേ ചില ഐറ്റംസിനൊന്നും 20 AD അല്ല, അതിൽ കൂടുതലുണ്ട്. പിന്നെ ഇത് കൊച്ചു പിള്ളേരുടെ ബാഗിൻ്റെ കളക്ഷൻസ് ഉണ്ട്. മേളിലോട്ട് വന്നാൽ പിന്നെ ഡ്രസ്സും ഒരു ചെരുപ്പിൻ്റെയും ലോകം തന്നെയാണ്. ചെരുപ്പ് തന്നെ നോക്കുമ്പോൾ ഭ്രാന്ത് പിടിച്ചു പോകും, കാരണം അത്രയ്ക്കും വെറൈറ്റിയാണ്. ഏതെടുക്കണമെന്ന് അറിയാത്ത രീതിയിലാവും, ഭയങ്കര കൺഫ്യൂഷനാവും. ചിലപ്പം എല്ലാം കൂടി എടുത്ത് നിരത്തിയിട്ടിട്ട് അതൊന്നും ഇഷ്ടപ്പെടാണ്ട് ഇരിക്കുകയും ചെയ്യും. പിന്നെ ഇത് ലേഡീസിൻ്റെ ഷൂസിൻ്റെ കളക്ഷനാണ്. ഞാൻ ലേഡീസിൻ്റെ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇതുപോലെ ഒരു 3-4 നേരം അപ്പുറത്തോട്ട് ജെൻസിന് വേണ്ടിയിട്ടുണ്ട്. പിന്നെ ഇത് കിഡ്സിൻ്റെ ഏരിയയാണ് കേട്ടോ. അതായത് അവരുടെ ഫ്ലിപ്പ് ഫ്ലോപ്പും അതുപോലെ തന്നെ ക്രോക്സിൻ്റെ സെക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ളതാണ്, നല്ല അടിപൊളി. ഇതൊക്കെ ആമ്പിള്ളേരുടെയും പെമ്പിള്ളേരുടെയും മിക്സ്ഡാണ് കേട്ടോ. ഞാനിങ്ങനെ നോക്കുമായിരുന്നു, ഓരോ ഡിസൈൻസും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നോക്കി പോവായിരുന്നു. അപ്പോഴാണ് നമ്മൾ തന്നെ ഈ ഒരു ലാസ്റ്റ് സെക്ഷനിൽ വരുമ്പോഴത്തേക്ക് ക്രോക്സിൻ്റെ സെക്ഷൻ വരുന്നത്. ക്രോക്സിൽ തന്നെ ഭയങ്കര വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നു, പല ടൈപ്പ് ഉണ്ടായിരുന്നു, പല കളേഴ്സും നമുക്ക് കിട്ടും. ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സും നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നതാണ് കേട്ടോ. ലേഡീസിനും ജെൻസിനും കൂടി, അതായത് കിഡ്സിൽ പെൺപിള്ളേർക്കും ആൺപിള്ളേർക്കും തന്നെ സെപ്പറേറ്റ് ആയിട്ടുണ്ട്, കുഞ്ഞു പിള്ളേരുടെയും ഉണ്ട് കേട്ടോ. മുകളിലെ ഡ്രസ്സും പിന്നെ ചപ്പിൾസും മാത്രമേ ഉള്ളായിരുന്നു. ചെരുപ്പ് സെക്ഷനും ക്ലോത്ത്സും മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് ഞാൻ താഴെ തന്നെയാണ്. ഇത് ഹെയർ ആക്സസറീസാണ്, കുഞ്ഞുങ്ങളുടെ ഉണ്ട്, അതുപോലെ സ്ട്രെയിറ്റനിങ്, കേളറ്. ഇതൊക്കെ എത്രത്തോളം നല്ലതാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ അത്യാവശ്യം കുറച്ച് സാധനം എടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് തിരിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയറും ചെയ്യണം. അതോടൊപ്പം എൻ്റെ ചാനലിലേക്ക് ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.